നമസ്കാരം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഒരു വലിയൊരു ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ SDP-യും ജമാഅത്ത് ഇസ്ലാമിയും എന്നത് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വലിയ രീതിയിൽ NIA-യോടും അതോടൊപ്പം തന്നെ IB-യോടുമൊക്കെ ഒരു അന്വേഷണം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ നടത്താൻ പറഞ്ഞത്. അവർ കൃത്യമായി നടത്തിയതിനു ശേഷം NIA-യും IB-യും ED-യും എല്ലാം ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു സംഘടന രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അതീവ അപകടകാരിയാണ്. ഇവർക്ക് ഫണ്ടുകൾ പല തരത്തിൽ നിന്നും പലയിടത്തു നിന്നും വരുന്നുണ്ട്. ക്രമാതീതമായ ഒരു വെളിപ്പെടുത്താൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. ഈ ഫണ്ട് ഇവർ നേരെ തീവ്രവാദത്തിലേക്കും രാജ്യത്തെ തകർക്കാനുമായിട്ട് പോകുന്നുണ്ട്. കാരണം ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ 2047 ഭാരതത്തെ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റുക, എന്നിട്ട് തീവ്രവാദത്തെ കൊണ്ടുവന്ന് വളർത്തുക, പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പോലെ. അങ്ങനെയാണ് ഇവരുടെ ലക്ഷ്യം. അത് ഒരു കാരണവശാലും അങ്ങനെ ഒരു വഴി നമ്മൾ വെച്ചു കൊടുത്തുകൂടാ. അങ്ങനെ കൊടുത്താൽ അത് വലിയ രീതിയിൽ ഭാരതത്തിന്റെ ഒരു നാശത്തിലേക്ക് പോകും. ഇവർ മൊത്തത്തിൽ തീവ്രവാദമാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. അതായത് മൊത്തത്തിൽ മുസ്ലിമുകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലല്ല ഒരു റിപ്പോർട്ട് ഇവർ തയ്യാറാക്കിയത്. അതായത് നല്ലവരായ മുസ്ലിമുകളുടെ മനസ്സിൽ പോലും ഇവർ തീവ്രവാദത്തെ ഇഞ്ചക്ട് ചെയ്യുന്നു. അതായത് ഇസ്ലാമാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും മഹത്ത്, മറ്റു മതങ്ങളെല്ലാം തന്നെ നിങ്ങളെ ശത്രുക്കളാണ് എന്നൊക്കെയുള്ള ഒരു മതത്തെ മൊത്തത്തിൽ, അതായത് ജനങ്ങളെ മൊത്തത്തിൽ ഒരു തെറ്റുകാരനാക്കുന്ന രീതിയിലേക്ക് ഇവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടും SDP-യും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള സംഘടനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ എത്രയും പെട്ടെന്ന് നിരോധിക്കണമെന്നൊരു നിർദ്ദേശം ഈ 3 കേന്ദ്ര ഏജൻസികളും അവരുടെ റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേശപ്പുറത്ത് വെച്ചത്. അതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. ഇനി അടുത്ത SDP-യെ നിരോധിക്കാനുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും NIA അടക്കമുള്ളവർ IB അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ SDP-ക്കും ഒരു നിരോധനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടാതെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകൾ ഇവർ ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടുന്ന കൊള്ളരായ്മകളെല്ലാം തന്നെ ഭാരതത്തിലും കാണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് IB-യുടെ റിപ്പോർട്ടുണ്ട്. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പലതും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയും നിരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ അവിടുത്തെ ചില പ്രവർത്തകർ SDP-യിലേക്ക് ചേക്കേറുകയും രാത്രികാലങ്ങളിൽ ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തുകയും മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ഈ പ്രധാനപ്പെട്ട 2 ജില്ലകളിലാണ് ഇവരുടെ മൊത്തത്തിലുള്ള പ്രധാന കേന്ദ്രങ്ങൾ. ഇവർ പല പേരുകളിലേക്ക് വരികയും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം പ്രവർത്തകർ അടക്കമുള്ളവർ, ഈ പോപ്പുലർ ഫ്രണ്ട്, ഈ SDP പ്രവർത്തകർ അടക്കമുള്ളവർ ഈ മരം വെട്ടുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ എത്രത്തോളം ഇവരുടെ മനസ്സിൽ ഒരു ഭീകരമായ അന്തരീക്ഷമുണ്ട്, എങ്ങനെ ആയുധങ്ങളോടുകൂടി ഇവരെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിന്റെ ഒരു തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിൽ നമ്മൾ കണ്ടത്. ഈ മരം മുറിക്കുന്ന ബ്ലേഡുമായിട്ടൊക്കെ, ആ ഒരു ഉപകരണവുമായിട്ടൊക്കെ ഇവർ കലാശക്കൊട്ടിൽ ഇറങ്ങിയത്. നിലവിൽ NIA-യുടെ ഒരു കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ആ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിലും കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് NIA ഇപ്പോൾ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിന് എതിരായ കേസ് പരിഗണിക്കുന്ന ഡൽഹി പട്യാല ഹൗസ് കോടതിയിലാണ് NIA ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഒരു പദ്ധതി ഇട്ടിരുന്നുവെന്നും കൂടാതെ NIA കോടതിയിൽ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, വാക്കാലല്ല പറഞ്ഞിരിക്കുന്നത്, വ്യക്തമായ തെളിവുകൾ സഹിതമാണ് NIA കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് NIA-യുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തെളിവുകളെല്ലാം തന്നെ സീൽ ചെയ്ത കവറിലാണ് കോടതിയുടെ മേശപ്പുറത്ത് ഹാജരാക്കിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിനിറങ്ങിയാൽ ശ്രദ്ധ വടക്കൻ പ്രദേശത്തായിരിക്കുമെന്നും ആ സമയത്ത് തെക്ക് നിന്ന് ആക്രമിച്ച് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുമെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്നുവെന്നാണ് ഒരു സംരക്ഷിത സാക്ഷി NIA-ക്ക് മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴിയുടെ കോട്ട് ചെയ്തുകൊണ്ടാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. ഇന്ത്യയിൽ ഇസ്ലാം അപകടത്തിലാണ് എന്ന പ്രചാരണം നടത്തി പോപ്പുലർ ഫ്രണ്ട് ഹിന്ദുക്കൾക്കെതിരെ ശത്രുതയും വിദ്വേഷവും വളർത്തുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖ്യ ലക്ഷ്യം. ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു വർഗീയ കലാപമാണ് ഇവരുടെ ലക്ഷ്യം. അത്തരം പ്രചാരണത്തിന് വഴങ്ങുന്ന മുസ്ലിം യുവാക്കളെ തിരിച്ചറിയുകയും ജിഹാദിൽ പങ്കെടുക്കുന്നതിന് അവരെ തീവ്രവാദികളാക്കുകയും ചെയ്തുവെന്നാണ് NIA-യുടെ റിപ്പോർട്ടിൽ കർശനമായി, അതായത് വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് NIA കോട്ട് ചെയ്തുകൊണ്ട് NIA-യുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. IS-ൽ ചേരാനും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഖിലാഫത്തും ശരിയത്ത് നിയമവും സ്ഥാപിക്കാനും
പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളെ പ്രേരിപ്പിച്ചുവെന്നും NIA അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ബോംബ് നിർമ്മാണം, അതോടൊപ്പം തന്നെ ആയുധക്കടത്തുകൾ, ലഹരിക്കടത്തുകൾ, ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള വസ്തുക്കൾ അടങ്ങിയ രേഖകൾ, കയ്യിൽ പിടിക്കാവുന്ന മറൈൻ റേഡിയോ സെറ്റുകൾ, കൂടാതെ IS അനുകൂല വീഡിയോകളുള്ള പെൻഡ്രൈവുകൾ, വെടിമരുന്ന്, ആയുധങ്ങൾ, RTX എന്നിവ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് NIA ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. രാജ്യത്ത് ഏത് രീതിയിൽ കലാപമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം നമുക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നടന്നപ്പോഴും, അതോടൊപ്പം തന്നെ അഹമ്മദാബാദ് വിമാനാപകടം നടന്ന സമയത്തുമൊക്കെ ഓരോ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മുസ്ലിം അനുകൂലമായിട്ടുള്ളവർ, അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും SDPI പ്രവർത്തകരും ജമാഅത്തി ഇസ്ലാമികളും അതോടൊപ്പം തന്നെ ഒട്ടനവധി മുസ്ലിം ആളുകളും എങ്ങനെയൊക്കെയാണ് നല്ല കാര്യമായി വലിയൊരു രീതിയാണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടത്. ഈ ഇന്ത്യയിൽ ഒരു അപകടം നടന്നാൽ, സാധാരണഗതിയിൽ ഭാരതത്തിൽ ഒരു അപകടം നടന്നാൽ ദുഃഖം രേഖപ്പെടുത്തേണ്ട ഒരു സമയത്ത് പടക്കം പൊട്ടിച്ചും കൈയടിച്ചും ആഘോഷിക്കുന്ന ഇതുപോലെയുള്ള തീവ്രവാദികൾ, മനസ്സിൽ തീവ്രവാദം കുത്തിവെക്കുന്ന ഇവന്മാരൊക്കെ പോലുള്ളവരെ എത്രയും പെട്ടെന്ന് പിടിച്ച് അകത്തിടാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ചാരന്മാർ ഉണ്ട് എന്ന് വ്യക്തമായ ഒരു തെളിവ് കേന്ദ്ര ഏജൻസിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നതിന്റെ ഒരു തെളിവാണ് ഓരോ ദിവസവും അറസ്റ്റ് നടക്കുന്നതും. ഈ ഒരു ഭാരതത്തിൽ ഒരു അപകടം നടക്കുമ്പോൾ അതിന്റെ താഴെ വന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഇവന്മാരെ പോലുള്ള മുസ്ലിയാർക്കാരുകൾ.